എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മളും സുഖമായിട്ടിരിക്കുന്നു. നമ്മുടെ വീഡിയോയ്ക്ക് ഇതുവരെ തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്ന് നല്ല രണ്ട് റെസിപ്പിയായിട്ട് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് വറവും പുളിയുമാണ് കേട്ടോ. അത് രണ്ടും രണ്ട് റെസിപ്പിയാണ്. അപ്പോൾ അത് അങ്ങനെയാണ് നമ്മൾ പറയുക, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു കുഞ്ഞു പിടി പരിപ്പ് ആദ്യം തന്നെ കഴുകിയിട്ട് അതൊന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട്. പരിപ്പ് ഒരുപാട് വെന്ത് പോകരുത് കേട്ടോ. 1-2 വിസിൽ മതിയാകും. ഞാൻ 2 വിസിൽ അടുപ്പിക്കുന്നുണ്ട്. ചില പരിപ്പിന് വേവ് കൂടുതലായിരിക്കും, ചിലതിന് കുറവായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ പരിപ്പ് വേവിച്ചെടുക്കാൻ കേട്ടോ. അതോടെ വെന്ത് വരുന്ന നേരം കൊണ്ട് തന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉള്ളി വേണം. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് തൊലി കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയ ഉള്ളി ചെയ്യുമ്പോഴാണ് ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവാറുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ വേഗം തന്നെ ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അതിന് ശേഷം അതൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് നീളത്തിൽ വേണം അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ നല്ലപോലെ കഴുകി എടുത്തിട്ടുള്ള ഉള്ളിയാണ്, അത് നല്ലപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് റെഡിയാക്കി എടുക്കാം അല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മൺചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. മൺചട്ടിയിലാണ് നമ്മുടെ കൂട്ടാൻ നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. അതിലേക്ക് നമ്മൾ വേവിച്ച പരിപ്പിൻ്റെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് വെള്ളം വേണ്ട, കുറച്ച് വെള്ളം മതി. അപ്പോൾ ഒരുപാട് വെള്ളത്തിൽ പരിപ്പ് വേവിച്ചാലും വെന്ത് വരാൻ പ്രയാസമായിരിക്കും. അപ്പോൾ കുറച്ച് വെള്ളത്തിൽ പരിപ്പ് വേവിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളം ആദ്യമേ തന്നെ നമ്മൾ ചട്ടിയിലേക്ക് ഒഴിച്ചിട്ട് ആ വെള്ളത്തിലേക്ക് നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചുള്ള നമ്മുടെ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ 2-3 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് രണ്ടും നടുകെ പിളർന്നിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാൻ ജസ്റ്റ് ഒന്ന് കയറിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ലേശം വെള്ളം കുറവായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഒരു 2-3 സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ ഉള്ളി ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അത് തിളച്ച് വരുന്ന നേരം കൊണ്ട് ഇതിലേക്കുള്ള മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനത് തലേ ദിവസം തന്നെ വൃത്തിയാക്കി വെച്ചതായിരുന്നു. അത് നമ്മൾ പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ മുരിങ്ങയാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മുരിങ്ങയൊക്കെ നമ്മൾ ഈ പാത്രത്തിലേക്ക് ചേർത്ത് ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്കിതൊന്ന് ചേർത്ത് കൊടുക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ തലേ ദിവസമൊക്കെ ഒന്ന് ഊരി വെക്കുകയാണെങ്കിൽ രാവിലെ നേരം നമുക്ക് പെട്ടെന്ന് തന്നെ ജോലികളൊക്കെ തീർത്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ കുറച്ച് മുരിങ്ങ എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ തന്നെ ഊരി കഴുകി വൃത്തിയാക്കി എടുക്കുന്നത് കേട്ടോ. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ ഉള്ളി നല്ലപോലെ വെന്തിട്ടുണ്ട്. ഒരുപാട് വെന്ത് കുഴയേണ്ട ആവശ്യമൊന്നുമില്ല. 2 തിളച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ബാക്കി സാധനങ്ങളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അങ്ങനെ വെന്ത് വഴണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. 2 തിളച്ച് കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മൾ മുരിങ്ങയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് കൂടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടെ ചേർത്ത് അതിലേക്ക് നമ്മൾ കഴുകി മാറ്റി വെച്ചുള്ള നമ്മുടെ മുരിങ്ങ കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വറക്കുന്നതിന് ലേശം മൂത്ത മുരിങ്ങ എടുക്കുന്നതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. കിളന്തെടുത്ത് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അതും പറഞ്ഞാൽ ഒരുപാട് മൂത്തതല്ല, എന്നാലും ഒരു മീഡിയത്തിൽ മൂത്തതൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ കുറേശ്ശെ നമ്മൾ ഊരി വെച്ചിട്ടുള്ള മുരിങ്ങയെല്ലാം നമ്മൾ പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനിവിടെ കിടന്നിട്ട് ഒന്ന് ആവി കൊണ്ട് ഒന്ന് ചുരുങ്ങി വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതൊക്കെ മുരിങ്ങ ചേർത്ത ഉടനെ തന്നെ അത് ഇളക്കി ഒന്നും ചെയ്യരുത് കേട്ടോ. ഇളക്കി കഴിഞ്ഞാൽ ആകെ കട്ട കുത്തിയ മോഡലാകും. അതുകൊണ്ട് ഇങ്ങനെ മുരിങ്ങയെല്ലാം ചേർത്തിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ കേട്ടോ. അത് ആവിയൊക്കെ അങ്ങനെ കയറുന്നതിനനുസരിച്ച് അത് സാധാരണ പോലെ ചുരുങ്ങി കറക്റ്റായിട്ട് വരും കേട്ടോ. ഇപ്പം നമ്മൾ ചേർത്തതിനും മുരിങ്ങ കുറച്ച് ചുരുങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് എല്ലാ സൈഡിലേക്കൊന്ന് മാറ്റിയിട്ട് നടുക്ക് ഇതുപോലൊരു ഹോളാക്കിയതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ ആവി ഫുള്ളായിട്ട് മുകളിൽ കയറി നമ്മുടെ മേലെയുള്ള നമ്മുടെ മുരിങ്ങ കൂടെ നല്ലപോലെ തന്നെ അവിഞ്ഞ് വരും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ നമ്മൾ ഈ സമയത്ത് ഒന്നിച്ചിളക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ മുരിങ്ങ കട്ട കുത്തി വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. കട്ട കുത്തി കഴിഞ്ഞാൽ ടേസ്റ്റേ ഉണ്ടാവില്ല കേട്ടോ കഴിക്കാൻ. അടുക്കുന്നത് എല്ലാം കട്ട കുത്തിയ പോലെ. അപ്പോൾ നമ്മുടെ മുരിങ്ങ പറയുമ്പോൾ അതൊന്ന് ഉലർന്നിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് ചെയ്യുന്നത്. പിന്നെ അതുമാത്രമല്ല, നമ്മൾ കയ്യിലിൻ്റെ ഈ കണ കൊണ്ട് ബാക്ക് സൈഡ് കൊണ്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല പോലെ തന്നെ ഉലർന്ന് വരും കേട്ടോ. അപ്പോൾ നല്ല ഉലർന്നിട്ടുള്ള നമ്മുടെ മുരിങ്ങ വറുത്തത് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ബാക്ക് സൈഡും കൊണ്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മുടെ മുരിങ്ങയ്ക്ക് കുറച്ച് വേവൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊന്നുകൂടെ ഒന്ന് വെന്ത് വരട്ടെ. എന്നിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് കൂടെ ഇതിലേക്ക് ചേർത്ത്
ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് നേരം തന്നെ ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ നമ്മുടെ മുരിങ്ങയെല്ലാം വിടർന്ന് വരികയും ചെയ്യും, നല്ല ഉതിർന്ന് ഇരിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ മുരിങ്ങ വെന്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചുള്ള നമ്മുടെ പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പരിപ്പ് ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ ഒരുപാട് വെന്ത് കലങ്ങിയ പോലെയാകും നമ്മുടെ മുരിങ്ങ വറുത്തത്. അപ്പോൾ അത് ഈ ടൈമിൽ വേണം നമ്മൾ പരിപ്പ് ചേർത്ത് കൊടുക്കാനും. അതുപോലെ തന്നെ ഒരുപാട് വേവാതെ നോക്കുകയും വേണം കേട്ടോ. നമ്മുടെ പരിപ്പ് ചേർത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ കയ്യിലിൻ്റെ കണ കൊണ്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ഉലർന്നിട്ടുള്ള നമ്മുടെ മുരിങ്ങ വറുത്തത് കിട്ടും. നമ്മുടെ ഈ ഭാഗത്തൊക്കെ ഇതിനെ മുരിങ്ങ വറുത്തത് എന്നാണ് കേട്ടോ പറയാറുള്ളത്. മുരിങ്ങ ഉപ്പേരി എന്നൊന്നും അങ്ങനെ അപൂർവമായിട്ട് ആൾക്കാർ പറയാറുള്ളൂ. അതൊക്കെ ഈ തലമുറയിൽപ്പെട്ട ആൾക്കാരാണ് കേട്ടോ മുരിങ്ങ ഉപ്പേരി എന്നൊക്കെ പറയുന്നത്. പഴയ ആൾക്കാരൊക്കെ എന്താ പറയുക കഴിഞ്ഞാൽ മുരിങ്ങ വറുത്തത് എന്നാണ് പറയുക. അപ്പോൾ എന്താ കൂട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുരിങ്ങ വറുത്തത് എന്നാണ് പറയാറുള്ളത് കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ മുരിങ്ങ വറുത്തത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഇത് നമ്മൾ ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുത്തു, കുറച്ച് കുറവായ കാരണം. പിന്നെ നമ്മൾ ഇതൊന്ന് ഡ്രൈ ആയി വരുന്നോളം നമ്മൾ ഈ കയ്യിലിൻ്റെ ബാക്ക് സൈഡ് കൊണ്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണമെങ്കിൽ നല്ല ഉലർന്ന് കിട്ടും. ഇല്ലെങ്കിൽ അത് ഓരോരോ സൈഡ് ഇങ്ങനെ കട്ട കുത്തി കിടക്കും. കഴിക്കുന്ന സമയത്ത് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല കേട്ടോ. ഇനി നമുക്ക് കുറച്ചുകൂടെ തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കുട്ടികൾ ഈ തേങ്ങയും പരിപ്പൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ മുരിങ്ങപ്പേരി നല്ലപോലെ കഴിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ കൂടെ ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ മുരിങ്ങ വറുത്തത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ ഇങ്ങനെ ഇളക്കി ഉലർത്തി എടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റുള്ള മുരിങ്ങ വറവ് റെഡിയാകണം കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മുരിങ്ങ വറുത്തത് റെഡി ആയിട്ടുണ്ട്. മുരിങ്ങ വറുത്തത് നല്ല ടേസ്റ്റാണ്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ നമ്മൾ ഇനി ഉണ്ടാക്കുന്ന ഒരു ഒഴിച്ചു കറി കൂട്ടി കഴിക്കുക പറയുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള കോമ്പിനേഷൻ എന്ന് പറയുന്നത് പുളിയാണ്. അത് നമ്മുടെ പാലക്കാടൻ സ്പെഷ്യൽ എന്താ പറയുക മുളക് പുളി കേട്ടോ. മുരിങ്ങ വറുത്തത് ഉണ്ടാക്കുന്ന ദിവസം അതിൻ്റെ ഒരു ഒഴിച്ച് കൂട്ടാനായിട്ട് നമ്മൾ എന്തായാലും ചെയ്യുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ മുളക് വറുത്ത പുളി കേട്ടോ. അപ്പോൾ ഓരോ ആൾക്കാർ ഓരോ സ്റ്റൈലിലാണ് ചെയ്യുന്നത്. നമ്മളെങ്ങനെ ചെയ്യുന്നത് നമുക്ക് കണ്ടാലോ. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് കടുക്, ജീരകം, വെന്തയം ചേർത്ത് പൊട്ടി വന്നതിലേക്ക് പച്ചമുളകും ചെറിയുള്ളിയും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുത്തു കേട്ടോ. ഇതിലൊക്കെ ചെറിയുള്ളി വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല മണവും ടേസ്റ്റും ഉണ്ടാകും. പിന്നെ പച്ചമുളക് നമുക്ക് 2 ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുകൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അതിലേക്ക് ആവശ്യത്തിനുള്ള പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി ഞാൻ പിഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതൊക്കെ പുളിപ്പിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരുപാട് പുളി വേണമെങ്കിൽ അതിനനുസരിച്ച് എടുക്കുക. പിന്നെ നമ്മൾ വെള്ളം കൂടുതൽ എടുക്കണമെങ്കിൽ പുളിപ്പ് കുറവാണെങ്കിൽ കുറച്ച് പുളി കൂടെ ചേർത്ത് പിഴിഞ്ഞ് അതിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. പുളി ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു, കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു കേട്ടോ. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. പിന്നെ ഈ തിളയ്ക്കുന്ന നേരത്തിൽ നമ്മൾ കുറച്ച് ഇഞ്ചി ചതച്ചതും ഒരു 1/4 സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് നമ്മുടെ പുളിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇഞ്ചി നമ്മൾ ചതച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. അരിഞ്ഞ് ചേർക്കുന്നതിനെക്കാട്ടിലും ചതച്ച് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക മണവും ടേസ്റ്റാണ് കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പാലക്കാടൻ സ്പെഷ്യൽ മുരിങ്ങ വറവിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ പുളി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നമ്മുടെ പുളി കഴിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. ടേസ്റ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കരമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ രാവിലത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വറവും പുളിയും തന്നെയാണ് കേട്ടോ. മുരിങ്ങ വറുത്തതും നമ്മുടെ പാലക്കാടിൻ്റെ സ്പെഷ്യൽ നമ്മുടെ മുളക് പുളിയാണ് കേട്ടോ. ഇത് രണ്ടും നല്ലപോലെ ചൂടുള്ള ചോറിൽ ഒഴിച്ച് കഴിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ഐറ്റവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ചേർക്കുമ്പോഴാണ് നമ്മുടെ ഈ ഒരു ചോറ് കഴിക്കാൻ ഒന്നുകൂടെ ഉത്സാഹം തോന്നാറുള്ളത് കേട്ടോ. വേറൊന്നുമല്ല, നമ്മുടെ വറ്റലോ പപ്പടമോ ഒക്കെ ഇതിന് നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മുരിങ്ങ വറുക്കുന്ന ദിവസം മുളക് പുളിയും വെക്കും. അതുപോലെ തന്നെ ഇതുപോലെ വറ്റലോ പപ്പടമോ അങ്ങനെ എന്തെങ്കിലും ഒരു ഐറ്റം കൂടെ നമ്മൾ ചെയ്യും. അപ്പോൾ ഒരുപാട് കറികളുടെ ഒന്നും ആവശ്യമില്ല. ഈ വറവും പുളിയും അതുപോലെ തന്നെ അതിലൊരു വറ്റൽ വറവും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ചോറ് ഒരുപാട് ആസ്വദിച്ച് തന്നെ കഴിക്കാൻ പറ്റും കേട്ടോ. സിമ്പിളായിട്ടുള്ള 2 റെസിപ്പി തന്നെയാണ് കേട്ടോ നമ്മളിന്ന് കാണിച്ചിരിക്കുന്നത്. അത് നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള വറ്റലാണ് നമ്മൾ വറുത്തെടുക്കുന്നത്. വറ്റലിനൊരു പ്രത്യേക ടേസ്റ്റാണ് അല്ലേ. അപ്പോൾ വേഗം തന്നെ നമ്മൾ വറ്റലൊക്കെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ വറ്റൽ ഇല്ലയെന്ന് വെച്ച് ഇത് രണ്ടിന് ടേസ്റ്റ് കുറവൊന്നുമില്ല. ഇതിന് നല്ല ടേസ്റ്റ് തന്നെയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ ഐറ്റംസൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് ചോറ് തന്നെ നമ്മൾ വിളമ്പി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ചൂട് ചോറിൻ്റെ കൂടെ നമ്മൾ വറുത്തിട്ടുള്ള നമ്മുടെ മുരിങ്ങ വറുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പരിപ്പും തേങ്ങയൊക്കെ ചേർന്നത് കൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ മുരിങ്ങ വറവിന്. അതിലേക്ക്
നമ്മൾ പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുളകുർത്ത് പുളി നമ്മളിപ്പോൾ സാധാരണ രസം ഒഴിക്കുന്നത് പോലെ ഒരുപാട് ഒഴിച്ച് കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആവശ്യത്തിന് തന്നെ ഒഴിച്ചാൽ മതി കേട്ടോ. ഭയങ്കര ടേസ്റ്റായിരിക്കും. അപ്പം നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.